ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു മണി മേക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്ന ഒരു കിടിലൻ മണി മേക്കിംഗ് ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് സ്കിസ് കളിച്ചും പിന്നെ ലോട്ടറി ഒക്കെ എടുത്ത് നിങ്ങൾക്ക് അതിനകത്ത് പൈസ ഏൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ 5000 രൂപയുടെ 500 രൂപയുടെ ലോട്ടറികൾ അങ്ങനെ കുറേ ലോട്ടറികൾ ഇതിനകത്ത് അൺലിമിറ്റഡ് ആയിട്ട് അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലോട്ടറി എടുത്ത് നിങ്ങൾക്ക് ദിവസം അൺലിമിറ്റഡ് ഏൺ ചെയ്യാവുന്നതാണ്. പ്ലസ് ഞാനിതൊരു പുതിയൊരു എൻ്റെ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ഞാൻ തുടങ്ങിയിട്ട് കുറച്ചാളായിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പോരായ്മകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്ലസ് പോരായ്മകളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കനോട് അമർത്തുക. അപ്പോൾ ഞാനൊന്ന് വീഡിയോയിൽ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പിന്നെ കാര്യം എനിക്കൊരു ടെലഗ്രാം ചാനലിലൂടെ ഉണ്ട്. അപ്പോൾ ആ ചാനലിലൂടെ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിയുക. അപ്പോൾ ഞാൻ ഈ ആപ്പിൻ്റെയൊക്കെ പേയ്മെൻറ്റ് പ്രൂഫൊക്കെ ഞാൻ തരുന്നതായിരിക്കും. പിന്നെ ആപ്പിൻ്റെ ലിങ്കും വീഡിയോയിലൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ടെലഗ്രാം ചാനലിലൂടെ ജോയിൻ ചെയ്യുക. പ്ലസ് ഇതാണ് ആപ്ലിക്കേഷൻ ടോപ്പ് ക്വിസ് എന്നാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ പേര് ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇൻഫർമേഷൻ നമ്മൾ ഓക്കെ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കും ഇവിടെ നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറയാം. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ലാംഗ്വേജ് സെറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ നേരെ അക്കൗണ്ടിലേക്ക് ഇവിടെ നമുക്ക് പ്രൊഫൈലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനായിട്ട് നിങ്ങൾ ഈ താഴെ കാണുന്ന മെനു എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. മെനുവിൽ ഓപ്ഷനിലേക്ക് ഇങ്ങനെ വരും. അപ്പോൾ അവിടെ പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഫേസ്ബുക്ക് വഴിയും ചെയ്യാം, പിന്നെ ഗൂഗിൾ വഴിയും ചെയ്യാം. അപ്പോൾ ഞാൻ അവിടെ ഗൂഗിൾ വഴിയാണ് സൈനപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് അവിടെ കൊടുത്തതിന് ശേഷം നമുക്കവിടെ ഫോൺ നമ്പർ വെരിഫൈ ചെയ്യാൻ പറയും. അപ്പോൾ അവിടെ ഫോൺ നമ്പർ നമ്മുടെ പേടിഎം നമ്പർ അവിടെ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ പേടിഎമ്മിലേക്ക് നമ്മൾ വിഡ്രോയിലൊക്കെ വരുന്നത്. അപ്പോൾ പേടിഎം നമ്പർ കൊടുക്കുക. അപ്പോൾ നമ്മുടെ പേടിഎം നമ്പർ അവിടെ അടിച്ചു കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന വെരിഫൈയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വെരിഫൈ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വരും. അതോടെ അടിച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ആ വെരിഫൈ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. പ്ലസ് അതിന് ശേഷം നമ്മുടെ അവിടെ അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ആവുന്നതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ അക്കൗണ്ട്. ഇവിടെ മെനുവിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ പ്രൊഫൈലൊക്കെ അവിടെ കാണാൻ സാധിക്കും. എന്നിട്ട് ഞാനിപ്പോൾ ആദ്യം തന്നെ മെനുവിൽ ക്ലിക്ക് ചെയ്യണം. അതിന് ശേഷം പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യണം. പ്രൊഫൈലും നമ്മുടെ ഫോൺ നമ്പർ പിന്നെ നമ്മുടെ യൂസർ ID ഒക്കെ ഇവിടെ കാണാം. പേരും പിന്നെ ആപ്പിൻ്റെ വെർഷനും പിന്നെ എത്ര കോയിൻ ഏൺ ചെയ്ത് എത്രയും പ്ലേ ചെയ്തു എന്നൊക്കെ ഇവിടെ കാണും. അതിന് ശേഷം നമ്മൾ നേരെ ഹോമിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവിടെ റെഫറൽ കോഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനായിട്ട് നിങ്ങൾ ആ മെനുവിൽ ക്ലിക്ക് ചെയ്യുക. മെനുവിൽ ആ പ്രൊഫൈൽ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ പ്രൊഫൈൽ വരും. അപ്പോൾ ആ പ്രൊഫൈൽ അപ്ലോഡ് റെഫറൽ കോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റെഫറൽ കോഡ് അടിച്ചാൽ 100 കോയിൻ ഇവിടെ ഫ്രീ ആയിട്ട് ബോണസായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അതിനായിട്ട് എൻ്റെ റെഫറൽ കോഡ് ഇവിടെ സ്ക്രീനിൽ പിന്നെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്നതായിരിക്കും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അപ്ലൈ റെഫറൽ കോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു റിവ്യൂസിലേക്ക് ഇവിടെയായിട്ട് എൻ്റെ റെഫറൽ കോഡ് നിങ്ങൾ അടിച്ചു കൊടുക്കുക. എൻ്റെ റെഫറൽ കോഡ് ഞാൻ സ്ക്രീനിൽ പിന്നെ ഇവിടെ കാണിച്ചിട്ടുണ്ടാകും. നിങ്ങൾ ഇവിടെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് അപ്ലൈ റെഫറൽ കോഡ് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. റെഫറൽ കോഡ് അടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങളുടെ കോയിൻ ഇവിടെ അക്കൗണ്ടിലേക്ക് ആഡ് ആയി അവിടെ എഴുതി കാണിക്കും. അപ്പോൾ കുറച്ച് ടൈം നിങ്ങളുടെ കോയിൻ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആഡ് ആവുന്നതായിരിക്കും. ഇപ്പോൾ ഡെയിലി സ്പിന്നർ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് ഇവിടെ സ്പിൻ ചെയ്യുമ്പോൾ കോയിൻ ഏൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ സ്പിന്നർ ഓപ്ഷനിൽ സ്പിൻ ചെയ്യുന്നതായിരിക്കും. അതിന് ശേഷം അവിടെ വരുന്ന കോയിൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഡെയിലി നിങ്ങൾക്ക് ഇങ്ങനെ സ്പിൻ ചെയ്തും ഇത് കോയിൻ ഏൺ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഡെയിലി സ്പിൻ വഴി എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ 100 കോയിൻ ആഡായി. ഇപ്പോൾ ഞാൻ എൻ്റെ കോയിൻ്റെ അക്കൗണ്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പോൾ എൻ്റെ കോയിൻസിൻ്റെ അക്കൗണ്ടിൽ 200 കോയിൻസ് ആഡായിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇവിടെ കോയിൻസ് ഇനിയും കൂടുതലായിട്ട് ഏൺ ചെയ്യാവുന്നതാണ്. അതിനായിട്ട് ഇവിടെ കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അടുത്തായിട്ട് നിങ്ങൾ വീണ്ടും ആ മെനുവിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ വാച്ച് വീഡിയോ ആൻഡ് വിൻ കോയിൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ വീഡിയോ കണ്ട് ഇവിടുന്ന് കോയിൻസ് ഏൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അപ്പോൾ ഇവിടെ ഒരു വീഡിയോ ഉണ്ട്, നിങ്ങൾക്ക് 10 കോയിൻ വെച്ച് കിട്ടും. അപ്പോൾ നിങ്ങൾ ആ ഗെറ്റ് 10 കോയിൻസിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു വീഡിയോ ആഡ് വരും. വീഡിയോ ആഡുകളും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 10 കോയിൻ ആഡ് ആവുന്നതായിരിക്കും. പ്ലസ് എൻ്റെ അക്കൗണ്ടിലേക്ക് ഇവിടെ 10 കോയിൻ ആഡ് ആയതുകൊണ്ട് അതിന് ശേഷം നിങ്ങൾ വീണ്ടും ആ മെനുവിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഇൻവൈറ്റ് ആൻഡ് ഏൺ കോയിൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസിലേക്ക്. അപ്പോൾ ഇവിടെ ആയിട്ട് നിങ്ങളുടെ റെഫറൽ കോഡും പിന്നെ റെഫറൽ ലിങ്ക് നിങ്ങൾക്ക് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അതിനായിട്ട് ആ ഷെയർ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. പിന്നെ ഇൻവൈറ്റ് ഫ്രണ്ട് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാവുന്നതാണ്. വാട്സപ്പ്, ഫേസ്ബുക്ക്, ഈ ജിമെയിലൊക്കെ വഴി നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ നേരെ ആ മെനുവിലേക്ക് വരെ ഇവിടെ ഏൺ കോയിൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ക്വിസൊക്കെ കളിച്ച് നമുക്ക് ഇവിടെ കുറേ കോയിൻസ് ഏൺ ചെയ്യാവുന്നതാണ്. ഇവിടെ ഇതിനായിട്ട് ക്രിക്കറ്റ്, ബേസിക് മാത്സ് പിന്നെ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഈ ഇതൊക്കെ ക്വിസുകളാണ്. അപ്പോൾ ഈ ക്വിസ് കളിച്ച് നിങ്ങൾക്ക് ഇവിടെ ഏൺ ചെയ്യാവുന്നതാണ്. അതിനായിട്ട് ഞാൻ ഇപ്പോൾ ഒരു ക്വിസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ ഇവിടെ ബേസിക് മാത്സിൽ എന്ന് പറഞ്ഞ ക്വിസ് ഓപ്പൺ ചെയ്യാണ്. കുറച്ച് നേരം ലോഡ് ചെയ്യും. അപ്പോൾ അതിന് ശേഷം നമ്മൾ നേരെ ക്വിസിലേക്ക് കിടക്കും. അപ്പോൾ ഇങ്ങനെയാണ് ക്വിസ് കിടക്കണം. അപ്പോൾ ഇവിടെ കുറച്ച് ചോദ്യങ്ങളൊക്കെ കാണിക്കും. 7 ചോദ്യങ്ങളുണ്ട്. അപ്പോൾ 7 ചോദ്യങ്ങൾക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്ത് കൊടുത്ത് അതിനനുസരിച്ച് നമുക്ക് കോയിൻസ് ഏൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈസി ആയിട്ട് ഇതിനകത്ത് ജയിക്കാവുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് കോയിൻസും ഏൺ ചെയ്യാം. അപ്പോൾ ക്വിസ് ഇച്ചിരി ലെങ്ത് ആയിരുന്നു, ഞാൻ ഇച്ചിരി സ്കിപ്പ് ചെയ്യണം. അപ്പോൾ എനിക്ക് ഇവിടെ 3 കോയിൻസ് ആഡായിട്ട് ഞാൻ ഇവിടെ ആ ക്വിസിൽ ജയിച്ചു. എനിക്ക് 3 സ്കോറുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് 3 കോയിൻ കിട്ടിയത്. നമുക്ക് അതിനനുസരിച്ച് ഇവിടെയും കോയിൻ ഏൺ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ഹോമിലേക്ക് തിരിച്ചു വന്നിട്ട് ഇവിടെ ക്യാഷ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് വേറെ കുറേ പൈസ ഏൺ ചെയ്യാവുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന
കോയിൻ വെച്ച് ഇവിടെ ഗെയിം കളിച്ച് ഇങ്ങനെ കിസ് തന്നെ കളിച്ച് നിങ്ങൾക്ക് ഇവിടെ പൈസ ഏൺ ചെയ്യാവുന്നതാണ്, റിയൽ മണി ഏൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ കുറേ കോൺടെസ്റ്റുകൾ നടക്കുന്നുണ്ട്. കോൺടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കിസ് കോൺടെസ്റ്റുകൾ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കോയിൻസ് എൻ്റർ ചെയ്ത് ഇവിടുന്ന് പൈസ ഏൺ ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തായിട്ട് ഞങ്ങൾക്ക് ഇവിടെ വേറൊരു കോയിൻ വെച്ച് ഇങ്ങനെ തന്നെ കോയിൻ വെച്ച് നമുക്ക് ഏൺ ചെയ്യാവുന്നതാണ്. വേറൊരു ഓപ്ഷൻ ഉണ്ട്. അതിനായിട്ട് ഈ സൈഡിൽ മെഗാ ഓഫറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മെഗാ ഓഫറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കുറേ ലോട്ടറികൾ കാണാം. ഈ 5000 ലോട്ടറി, 500 ലോട്ടറി, അങ്ങനെ കുറേ ലോട്ടറികളുണ്ട്. അപ്പം ഇവിടെ അൺലിമിറ്റഡ് ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് പൈസ ഏൺ ചെയ്യാവുന്ന ദിവസം ഇവിടെ ഇങ്ങനെ കുറേ ലോട്ടറികൾ ഉണ്ടാവും. ഇപ്പോൾ കോയിൻ വെച്ച് ഈ ലോട്ടറിയിലേക്ക് ഓരോ ലോട്ടറി എടുക്കാം. അപ്പം അൺലിമിറ്റഡ് ആയിട്ട് ലോട്ടറി എടുക്കാം. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഗെയിം കളിച്ച് കോയിൻസ് ഏൺ ചെയ്ത് ഇവിടെ ലോട്ടറി, ഇവിടെ ടിക്കറ്റ് എടുത്ത് ലോട്ടറിയിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് ദിവസം 5000, 500 അങ്ങനെ കുറേ പൈസ ഏൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലങ്ങനെ ലോട്ടറി എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ള ഒരു ലോട്ടറി എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഈ 18 രൂപ ഇടുന്ന 5 കോയിൻ വെച്ച് നമുക്ക് എൻ്റർ ചെയ്യാവുന്ന ഈ ലോട്ടറിയിൽ ക്ലിക്ക് ചെയ്യാണ്. ലോട്ടറി ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസിലേക്ക് നമ്മൾ കിടക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ ഒരു കുറച്ച് നേരം ഫൈൻഡിങ് ലോട്ടറി ഡീറ്റെയിൽസ് എന്ന് കാണിക്കും. അതിന് ശേഷം നമുക്കിവിടെ ലോട്ടറി എടുക്കണ ഓപ്ഷൻ വരുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ നെറ്റ് ഇച്ചിരി സ്ലോ ആണ്, അപ്പോൾ അതിനാണ് സ്ലോ കാണിക്കുന്നത്. അതിന് ശേഷം ഇപ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസിലേക്ക് വരുമ്പോൾ ഇവിടെ ബൈ ടിക്കറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഇഷ്ടം അനുസരിച്ചുള്ള ടിക്കറ്റ് ഇവിടെ എൻ ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ കയ്യിലുള്ള കോയിൻ വെച്ച് ഞാൻ ഇവിടെ ടിക്കറ്റുകൾ കൂട്ടി ഇടണം. അപ്പോൾ 5 കോയിനുള്ള ഒരു ടിക്കറ്റിന് ഇപ്പം ഞാനിവിടെ ഒരു 30 ടിക്കറ്റ് എടുക്കുകയാണ്. 30 ടിക്കറ്റ് എടുത്തതിന് ശേഷം അവിടെ പേ ടിക്കറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യുക. കുറച്ച് നേരം അവിടെ മറ്റേ പ്രോസസ്സിങ് ആയതിനു ശേഷം നമ്മുടെ ലോട്ടറി ടിക്കറ്റ് അവിടെ കാണിക്കുന്നതാണ്. അപ്പോൾ അതിന് ശേഷം ഇവിടെ പർച്ചേസ് സക്സസ്ഫുള്ളി എന്ന് എഴുതി കാണിക്കും. അപ്പോൾ സൈഡിലായിട്ട് ഈ ടിക്കറ്റ്സ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമ്മൾ ടിക്കറ്റൊക്കെ കാണുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ എൻ്റെ ടിക്കറ്റ്. ഇപ്പോൾ നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത് ക്യാഷ് ഔട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ മുകളിൽ ക്യാഷ് കാണിക്കുന്ന അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻ്റർഫേസിലേക്ക് അപ്പോൾ പേടിഎം വഴിയാണ് ഇതിൻ്റെ റെഡിയും വരുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആ വിഡ്രോ മണി ടു പേടിഎമ്മിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ അക്കൗണ്ടിലോട്ട് പൈസ ഇല്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് കോൺടെസ്റ്റിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വിൻ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ പേയ്മെൻറ്റ് ഞങ്ങൾക്ക് വിഡ്രോ ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും. കാണിച്ചു തരുന്ന പറഞ്ഞാൽ ഞാൻ എൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ് ഞാൻ എൻ്റെ ടെലഗ്രാം ചാനൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വിഡ്രോ ചെയ്ത് കാണിക്കുന്നില്ല. പിന്നെ ഇവിടെ കോയിൻസിൻ്റെ സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അവിടെ കോയിൻസും കാണിക്കുന്നതായിരിക്കും. പ്ലസ് ഇങ്ങനെയെല്ലാമാണ് ഈ ആപ്പിലൂടെ നമുക്ക് കോയിൻസും പിന്നെ പൈസ ഏൺ ചെയ്യാവുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് അടിക്കുക, കൂടാതെ ബെല്ലൈക്കൺ കൂടെ അമർത്തുക. അപ്പോൾ ഞാടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ എൻ്റെ ഒരു പുതിയ ചാനലാണ്. അപ്പോൾ ഞാൻ ചാനൽ തുടങ്ങി കുറച്ച് ആളായിട്ടുള്ള, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകൾ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം. അപ്പോൾ ഈ പോരായ്മകളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്ത് തരിക. അപ്പോൾ ഈ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്.